പ്രശോഭേ, എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നല്ല പ്രൈവറ്റ് സെക്രട്ടറി വെക്കുന്നതിനെ കുറിച്ച് എന്താ അതിന്റെ അഭിപ്രായം? അത് നല്ല കാര്യമാ. നമുക്കൊരു സഹായമാവുമല്ലോ. അതെ, കറക്റ്റ്. ഇന്ന് അങ്ങനെയാണെങ്കിലേ അതിന് പറ്റിയ ഒരാളെ നീ ഒന്ന് തപ്പിയെടുക്ക്. അല്ലെ, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പം മെയിൽ വേണോ ഫീമെയിൽ വേണോ? ഫീമെയിൽ മതി, പെൺപിള്ളേര് മതി. നല്ല അടക്കവും ഒതുക്കവും നല്ല ചുറ്റുപാടിലൊക്കെ വളർന്ന് ഒരു ശാന്ത സ്വഭാവം. എനിക്ക് ഇങ്ങനെയുള്ള നടി കൂടാനൊന്നും വയ്യ ഇവിടുത്തെ പോലെ. അങ്ങനെ ഒരു കൊച്ചുണ്ടെങ്കിൽ നീ ഒന്ന് അന്വേഷിക്കുക, നമുക്ക് നിർത്താം. ഞാൻ മതിയോ? അയ്യടാ, കൊള്ളാം. എന്റെ മോള് പഠിക്കുകയല്ലേ, അല്ലെങ്കിൽ അച്ഛമ്മ നിർത്തിയാലേ. അച്ഛമ്മ സാലറി തരാണെങ്കിൽ ഞാൻ പഠിപ്പ് നിർത്താം. നീ സാലറി തരുവാണെങ്കിൽ പഠിപ്പ് നിർത്താവുന്നത്. കൊള്ളാമല്ല. അച്ഛമ്മേടെ കൊച്ചുമോള് സൂപ്പർ തന്നെ കേട്ടാ. അച്ഛമ്മ ലോ ക്ലാസ് ബിസിനസ് ആവുമ്പം കൊച്ചുമോള് ഹൈ ക്ലാസ് ബിസിനസ് ആവും. എന്തോന്ന്? അല്ല കൊച്ചമ്മ, ഈ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒക്കെ എന്തോന്നും. അതായത് കൊച്ചമ്മ താഴത്തെ നിലയിലാവുമ്പം കൊച്ചുമോള് ഉയരത്തെ നിലയിലാവും. അതാണ് ഉദ്ദേശിച്ചത്. അതിനാണ് നീ ലോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞല്ലേ? അയ്യോ, അതായത് കൊച്ചമ്മ ചെറിയ രീതിയിൽ ചിന്തിക്കുമ്പോ മോള് വലിയ രീതിയിൽ ചിന്തിക്കുമെന്ന്. അറിയാൻ വയ്യാത്ത ഭാഷ എടുത്ത് വെച്ച് കടു പറക്കരുത് കേട്ടോ. അല്ല, ഞാൻ മലയാളത്തിൽ പറയേണ്ടത് ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, വേണ്ടാത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ കൊച്ചമ്മയ്ക്ക് അത് മനസ്സിലായില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരു നല്ല കുക്കിനെ കൂടെ ഒന്ന് കിട്ടുമെങ്കിൽ അന്വേഷിക്കും. ഇവരെ കൊണ്ടൊന്നും ശരിയാവൂല ഇനി. അത് നോക്കാം. അല്ലല്ല, അത് ചന്ദ്രകാസ സാറ് സഹിക്കൂല. കാരണം ചന്ദ്രകാസ സാർ എന്നെ ഇവിടെ ആജീവനാന്ത ജോലിക്കാരനായിട്ട് നിർത്തിയിട്ടാണ് പോയത്. അതൊരു ദ്രോഹമേ ചന്ദ്രേട്ടൻ എന്നോട് ചെയ്തിട്ടുള്ളൂ ജീവിതത്തിൽ. അയ്യോ അമ്മച്ചി. കൊച്ചമ്മ, നേരത്തെ ഏതോ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? വേണം. ഞാനേ ഒരു നല്ല പെൺപിള്ളേരെ തപ്പി എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി വേണം. കൊച്ചമ്മയ്ക്ക് അതൊരു അത്യാവശ്യം. എന്റെ പരിചയത്തില് പരിചയസമ്പന്നയായ ഒരു കുട്ടിയുണ്ട് കൊച്ചമ്മ. ആണോ? അതെവിടെ? അത് കാച്ചാണിയിലാണ്. ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ദരിദ്രയായി പോയ ഒരു പാവപ്പെട്ട പെൺകുട്ടി. അയ്യോ ചേട്ടാ, എനിക്ക് സകടം കൊണ്ട് ചോദിക്കുവാ, ആ കൊച്ചിന്റെ പേര് രമണി എന്നാണോ? അതെ കൊച്ചമ്മ, രമണി. രമണി അല്ല കൊച്ചമ്മ, അല്ല രമണി എന്നല്ല. അയ്യോ, അടുക്കളയിൽ എന്തോ പോവാൻ വരട്ടെ. മനസ്സിലായി. പോയി ഓലോല്ലോണ്ട് ചെയ്യടാ ഇതൊക്കെ എടുത്തോണ്ട് പോയിട്ട്. ശരി. സാഹചര്യം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി, കാച്ചാണി ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെന്നാണ് അവന്റെ വിചാരം. ഈശ്വര, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കാം പ്രശോഭ. ഇവൻ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? കൊച്ചമ്മ, അല്ല നിങ്ങളിപ്പോ എന്തെന്ന് പറഞ്ഞത്? അയ്യോ, എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ കൊച്ചമ്മ. ഞാൻ കൊച്ചമ്മന് മുമ്പ് അഭിനയിക്കൂല. ആണോ? പക്ഷെ നിന്റെ രീതി കണ്ടാവും തോന്നത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം അങ്ങ് പുറക്കിക്കൊണ്ട് പോയിക്കോ. മതി. രമണിയെ കൊണ്ട് കൊടുത്തൊക്കെ എന്ത് സന്തോഷം. കൊള്ളാം. അച്ഛാ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആഫ്രിക്കയാണോ വലുത് അന്റാർട്ടിക്കയാണോ വലുത്? അത് മോളൊരു കാര്യം ചെയ്യും, അമ്മേലെടുത്ത് ചോദിക്കും ഡൗട്ട്. അതച്ഛാ, അമ്മയ്ക്ക് ചിലപ്പോ അറിയത്തില്ലായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ സ്കൂളിൽ പോകുമ്പം ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ടീച്ചറിനോട് ചോദിക്കും. എന്തോ അച്ഛാ, അതിനേക്കാൾ അച്ഛൻ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തൂടെ? പ്ലീസ് നോക്ക്. അച്ഛൻ ഇപ്പൊ വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ. ചെല്ലേ, മോൾ നോട്ട് ചെയ്തിട്ട് ടീച്ചറിനോട് ചോദിക്കട്ടെ. എന്ത് പറ്റി നമ്മുടെ ചക്കരക്കുട്ടിക്ക് മുഖത്തൊരു വിഷമം? അമ്മ, ഞാൻ അച്ഛനോട് ഡൗട്ട് ചോദിച്ചപ്പോ അച്ഛൻ പറയണ സമയമില്ലെന്ന്. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ചോദിക്കട്ടെ അമ്മ, ഈ ആഫ്രിക്കയാണോ വലുത് അന്റാർട്ടിക്കയാണോ വലുത്? ആഫ്രിക്കയാണോ വലുത് അന്റാർട്ടിക്കയാണോ വലുത്? മോളെ, നമ്മളിപ്പോ താമസിക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലല്ലേ? ഭാരതമാതാ കീ ജയ് എന്നായിരിക്കണം എപ്പോഴും പറയേണ്ടത്. ആദ്യം നമ്മൾ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, എന്നിട്ട് നമ്മൾ പുറം ലോകത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ. ചെല്ല്, ക്ലിയർ ആയില്ലേ? ചെല്ല്. ഈ അമ്മയടുത്ത് ചോദിക്കാൻ എന്റെ അടുത്ത് തന്നെ പറയണം. ആഫ്രിക്കയാണോ അന്റാർട്ടിക്കയാണോ? എന്താണ് ഭയങ്കര ചിരി?
ഒന്നുമില്ല. ഒന്നുമില്ലാതെയാണോ വെറുതെ ചിരിക്കോ ഫോൺ നോക്കിയിട്ട്? അത് ഞാനൊരു കോമഡി വീഡിയോ കണ്ടതാ. കോമഡി വീഡിയോ കണ്ട ഇങ്ങനെ ചിരിക്കോ? കോമഡി വീഡിയോ കണ്ട ഇങ്ങനെ ചിരിക്കില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? നിയമൊന്നുമില്ല. അല്ല അപ്പൊ പിന്നെ എന്നാ കൊച്ചിന്റെ ഡൗട്ട് അങ്ങോട്ട് തീർത്തു കൊടുക്കായിരുന്നില്ലേ? അത് നിനക്കെന്ത് പറഞ്ഞു കൊടുത്താ? ഞാൻ തന്നെ തീർക്കണമെന്ന് വേറെ റൂളൊന്നും ഇല്ലല്ലോ. നിനക്കും ആവല്ലേ? ഞാനല്ലേ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നേ. അതല്ലേ ഇപ്പൊ ഞാൻ വേറൊരു ജോലിയിലല്ലേ. ജോലി എടി സദാ സമയം മറ്റുള്ളവരെ കുറ്റം പറയണല്ലേ നിന്റെ ജോലി. വലിയൊരു ജോലിക്കാരിയൊന്നും. അതിനെന്തിനാ ഏട്ടൻ ചൂടാവുന്നേ? പിന്നല്ലാതെ ഞാൻ ഇത്തിരി നേരം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നതാണ് നീ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചോണ്ട് പറഞ്ഞത്. ഏട്ടാ ഞാൻ ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ചല്ലേ ഉള്ളൂ എന്താ ചിരിക്കുന്നതെന്ന്. അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ എവിടെയെങ്കിലും കുറച്ചു നേരം സന്തോഷിച്ചിരിക്കണത് നിനക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടല്ലേ ഇമാതിരിയുള്ള ചോദ്യങ്ങളും ചോദിച്ചോണ്ട് പറഞ്ഞത്. എവിടെയെങ്കിലും സമാധാനിട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കൂല. ശല്യങ്ങൾ. ഏട്ടാ അമ്മ തിരക്കിലാണോ? ഏയ് ഞാനേ ഈ മാസത്തെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അല്ല നീ പ്രതീക്ഷ കൊണ്ട് ഈ അതിരാവിലെ എങ്ങോട്ടാ ഇറങ്ങിപ്പോയേ? നമ്മളെ ഇവിടെ കോവളത്തില്ലേ, ആ. അവിടെ റിസോർട്ടില് ഒരു സായിപ്പിന്റെ സായിപ്പാ? ഓ എനിക്കാണെ ഈ കടു തുറക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ പ്രതീക്ഷ ഞങ്ങൾ പൊക്കി കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യാന്, വെടിക്കെട്ട് പോലെയാണ് പ്രതീക്ഷ ഇംഗ്ലീഷ് സംസാരിച്ച് സെറ്റ് ആക്കിയത്. 1000 ബോട്ടിന്റെ കച്ചവടം കിട്ടിയമ്മ. അവർക്ക് ഇനിയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും തരാന്ന് പറഞ്ഞ് ഓളടിച്ചല്ല. പിന്നെ അമ്മ പ്രതീക്ഷയുടെ ഭയങ്കര സംഭവമാണ് കേട്ടാ. എന്തൊരു കഴിവുള്ള മനുഷ്യനാ. പിന്നെ അവനാള് മിടുക്കനാ. അവന് ഏതോ ഒരു സമയദോഷമുണ്ട്. അതിന്റെ ഇപ്പൊ ഈ കാണുന്ന കുഴപ്പങ്ങളും തടസ്സങ്ങളും എല്ലാം എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ അമ്മ? എല്ലാം ശരിയാവും. അമ്മ ഞാൻ അമ്മയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അയ്യോ ഇതെന്തോ അച്ചാറ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറ. എന്തത് വാങ്ങേ? അല്ല എങ്ങനെയുണ്ട്? നല്ല അച്ചാറ്. എന്തോന്ന്? അമ്പഴങ്ങ അച്ചാറ്. അമ്പഴങ്ങി? അല്ല ഒന്നാന്തര അച്ചാർ. കൊള്ളാല്ലേ അമ്മ? ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടമ്മ? ബെസ്റ്റ് അച്ചാർ. എല്ലാരും ഭയങ്കര അഭിപ്രായമായിരുന്നു സത്യം. കൊച്ചമ്മ വെള്ളം ആഹാ ഇതെന്താന്ന്? അച്ചാറ്, പുതിയ അച്ചാറ്. അയ്യോ അയ്യോ നോക്കടാ, വേറൊന്നും വേണ്ട, തൈരും അതും മതി. ആഹാ ഇതെന്തെന്ന് അച്ചാറ്? ഇതൊന്നും കടയിൽ കൊണ്ടുപോകല്ലേ, എന്ത് കച്ചവടം പൂട്ടിപ്പോവും. എന്താന്ന് ചുമ്മാ മോളെ, എന്തോടാ നിനക്ക് അച്ചാറിന് എന്തോ കുഴപ്പം? ഇതാണ് അച്ചാറ്. എന്തോന്ന് അച്ചാറാന്ന വിചാരം? ഇത് എന്തോന്ന് അച്ചാറായിരുന്നാലും എനിക്കത് തൊട്ട് നോക്കി അറിയാമല്ലോ. എന്ത് അച്ചാറായിരുന്നാലും ശരി, ഇത് കടയിൽ കൊണ്ട് കച്ചവടം നടത്തണ്ട, കച്ചവടം പൂട്ടും. അമ്മ പറഞ്ഞല്ലേ കൊള്ളാന്ന്. അമ്മ മാത്രല്ല എല്ലാരും പറഞ്ഞു കൊള്ളാന്ന്. തായ്ക്കുരുചി കാണൂല. വായിക്ക് രുചി കാണൂല. അവന് ബെസ്റ്റ്. ഇവൻ ഇത് വല്ലോ അറിയാവോ? അതിന്റെ അമ്മ ഒരു രസം പോലെ നേരത്തെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ടാണ് അച്ചാറിനെ കുറിച്ച് പറയുന്നത്. എടാ നല്ല ഒന്നാം തരം അമ്പഴങ്ങ അച്ചാറ്. ഓ ഒരു ശകലം തൈരും ചോറും ഇത് മതിയല്ലേ, വേറെ എന്തിനു നിന്റെ കൂട്ടാൻ? ആൾക്കാർക്കൊന്നും കൊണ്ട് കൊടുക്കല്ലേ പൊന്നപ്പി. സംഭവം പിന്നെ വേറെ അച്ചാറ് വീണ്ടും വന്ന് ആൾക്കാർ വാങ്ങിക്കുന്നു വിചാരിക്കേ വേണ്ട. സ്വപ്നത്തിൽ പോയി ഇവന് എന്തിനു കുഴപ്പമുള്ള? എന്തൊരു വട്ടമ്മ മാറങ്ങോട്ട്. അയ്യോ എന്താടാ, ഒരു നല്ല സാധനം കൊണ്ടുവന്ന് അതൊന്ന് രുചിച്ചു നോക്കാൻ തന്നു. ഒരു നല്ല വർത്തമാനം പറയാൻ അറിഞ്ഞൂടെ?
അല്ല കൊച്ചമ്മ, ഞാൻ ഇവിടെ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കി വന്നാൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ടാ? അല്ല അതിപ്പോ നീ നന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാ പറയും. ചുമ്മാ അങ്ങ് കള്ളം പറയാൻ പറ്റുമോ? കൊച്ചമ്മ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി കൊച്ചമ്മ എന്നെ കളിയാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അത് തന്നെ ഇവിടുന്ന് പറ ഇവിടുന്ന് പോകുമെന്ന് അല്ലേ? അയ്യോ അതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയിട്ട് ആരും അങ്ങനെ സൂചിക്കണ്ട. ഞാൻ പോകുന്നില്ല. അത് കൊള്ളാം. ഉടനെ പറഞ്ഞു വിടാൻ. ഞാൻ ഇവിടുന്ന് 2 പ്രാവശ്യം പറഞ്ഞ് കൊതിപ്പിച്ചു. ഒന്നാമത്തെ അച്ചാറ് കൊട്ടി ഇതാണ് അച്ചാറ്. ഈ ആരടാ ഇതല്ല ഇച്ചോ സഹിക്കാനായിട്ട് ഞാനൊരുത്തി. ലക്ഷ്മി, ലക്ഷ്മി, നീ പുറത്തിറങ്ങി വന്നേ. ലക്ഷ്മി, ലക്ഷ്മി, കഥവ് തുറക്കാൻ. ലക്ഷ്മി, ലക്ഷ്മി. എന്തെന്നാ എന്തു പറ്റി? ഒന്നുമില്ല മോളെ. എന്ത് ചേച്ചി അകത്താ? അവള് കുറച്ചു നേരം യാത്ര പോയിട്ട് ഇതുവരെ പുറത്തോട്ട് വന്നില്ല. ബാത്റൂമിലല്ലേ? എന്നാലും വിളിച്ചിട്ട് ഒന്നും പറയണ പോലുമില്ല. ചിലപ്പോ വയറിനെന്തെങ്കിലും അസുഖം കാണും. വയറിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്റെ അടുത്ത് വഴക്ക് കൂടിയിട്ട് അകത്തോട്ട് കയറി പോയതാ. നിങ്ങൾ വഴക്ക് കൂടുന്നത് പുതുമയല്ലല്ലോ, എപ്പോഴും ഉള്ളതല്ലേ. ഇത് എപ്പോഴത്തെയും പോലെ അല്ല, കുറച്ച് സീരിയസ് ആണ്. സീരിയസോ? എന്തു പറ്റി? തന്റെ ടാലന്റ് ഒക്കെ എനിക്ക് അന്നേ മനസ്സിലായതല്ലേ. പിന്നെ താൻ അന്ന് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അന്ന് തന്നെ എനിക്ക് തന്റെ കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്നുള്ളത് മനസ്സിലായി. എനിക്ക് ആവശ്യം ആ കോൺഫിഡൻസ് ആണ്. ദിവ്യ, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ? എന്താ? എനിക്കെന്താ ഇവിടെ വന്ന് നിന്നൂടെ? എടി, നീ ഞാൻ ആരടുത്ത് സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കണം? അതല്ലല്ലോ എനിക്കറിയാം ആരോടാ സംസാരിക്കുന്നതെന്ന്. അറിയാല്ല, നീ കൊണ്ടുപോയി കേസ് കൊടു കേട്ടാ. പ്രശ്നപ്പെട്ട ഇതൊന്നും ശരിയല്ല കേട്ടോ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇതൊന്നും ശരിയല്ല. ഇടി, മറ്റൊരാളുടെ പ്രൈവസിയിൽ എത്തി നോക്കരുത് ഇങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മറ്റൊരാളാണോ? പ്രശ്നപ്പെട്ട ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നും പറഞ്ഞ് എനിക്ക് എന്റെ പ്രൈവസി നോക്കണ്ടേ? നിങ്ങൾ ചതിയനാ. നോക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു പാഠം പഠിപ്പിക്കും. ഞാൻ അവളെ വഞ്ചിച്ചു, എന്നെ ഒരു പാഠം പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഇതിന്റെ അകത്തോട്ട് കയറിയത് അവള്. അണ്ണ എന്തു വഞ്ചിച്ചെന്ന്? എന്റെ ഫോണിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ. ഓ, ചേച്ചി വലിയ അബദ്ധവും കാണിച്ച അണ്ണാ. മോളെ, അതാണ് എന്റെ പേടി. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ചേച്ചി, ചേച്ചി വാതിൽ തുറക്ക്, നമുക്ക് സംസാരിച്ച് തീർക്കാൻ എന്തോന്നുണ്ടെങ്കിലും. തുറക്കേച്ചി. ലക്ഷ്മി, ചേച്ചി, ലക്ഷ്മി, ഒന്ന് വാതിൽ തുറക്ക്. ലക്ഷ്മി, പറഞ്ഞ് കേക്ക് ചേച്ചി, തുറക്ക്. അണ്ണ പേടിയാണണ്ണ. ലക്ഷ്മി, ചേച്ചി തുറക്കേച്ചി. ലക്ഷ്മി, ചേച്ചി വാതിൽ തുറക്ക്. എന്തോന്ന് ചേച്ചി കാണിക്കുന്നത്? എന്തിനാ വാതിൽ കടച്ചു വെക്കുന്നത്? സുരഭി, ഇയാൾ എന്നെ ചതിച്ചു. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ഇയാൾ നീ വെറുതെ വിടരുത്. എടി, ഞാൻ നിന്നെ എന്ത് ചതിച്ചെന്നാ പറയുന്നത്? അണ്ണാ, അവിടെ ബ്ലഡ് എടുക്കണം അണ്ണാ. ചേച്ചി കൈ കാണിച്ചാണ്. കൈ നോക്ക്. അയ്യോ, ബ്ലഡ്. ദൈവമേ, നീ ഇത് എന്തോന്ന് ലക്ഷ്മി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കൈ പിടിക്ക്. എന്റെ ദൈവമേ, ഇത് അമ്മ അറിയാം എന്നെ കൊല്ലും കേട്ടാ. ചേട്ടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അറിയട്ടെ. പിടിക്ക്. എന്തോ ചേച്ചി കാണിക്കുന്നത് ഇതൊക്കെ? ഇത് കഷ്ടം നോക്കിയാണ്. അയ്യോ, പൊളി തന്നെട്ടാ. എന്തോന്ന്? സന്തോഷായി. എനിക്കിതാണ് കാണേണ്ടത്. നിങ്ങളൊക്കെ കൂട്ടായ അമർ അക്ബർ ആന്റണിയെ കണക്ക് മറ്റേ തോളിൽ കൈയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോണു. അതിന് മുത്തോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? എനിക്കിതല്ലേ സന്തോഷമുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ചെന്ന് കൊച്ചമ്മ വിളിച്ചോണ്ട് വരാം. ഇത് കാണുമ്പോ കൊച്ചമ്മക്ക് സന്തോഷാവും. അതൊന്നും വേണ്ട. ഓടിച്ചെന്ന് അമ്മേനെ അങ്ങ് അറിയിക്കാൻ പോകും. അല്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോന്നത്? നിങ്ങളിപ്പോ എന്തോന്ന് പണി ചെയ്യാൻ വന്നത്? ഞാൻ മോല്ലേ മറ്റേ മുളക് ഉണങ്ങിയാൽ നോക്കാം. എന്നാ പോയി അത് ചെയ്യും. അല്ല, അത് ചെയ്ത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് എന്താ ചതിയനാ നിങ്ങള്. എന്താ ആര് കഴിച്ചെന്ന്? അല്ല, മുത്തോളം ചതിച്ചെന്നല്ലേ പറഞ്ഞത്? അല്ലല്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. ലക്ഷ്മി കുഞ്ഞെ, ഈ വസന്ത വന്ന കോഴി കണക്ക് നിൽക്കാതെ എന്റെ മുഖത്ത് നോക്കി പറ, ഞാൻ എന്തോന്ന് ചതിയാണ് ചെയ്തത്? അത് അണ്ണനല്ല പറഞ്ഞത്. അണ്ണ ഒന്ന് പോക്കേ. ആഹാ, അത് ശരി.
ഒന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. മുത്തോളൊന്ന് പോയി തരുമോ? പോവാം. നിങ്ങളൊക്കെ അങ്ങ് വന്നായപ്പോ നമ്മളെ വേണ്ട. ആ ശരിയല്ല കേട്ടാ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം അമ്മയുടെ പോയി പറഞ്ഞു കൊടുക്കും. അതിന് മുന്നേ നമുക്ക് കൊണ്ടുപോവാം. നീ പോയി നോക്കിയേ. അമ്മ പോയി നോക്കേ. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. ലക്ഷ്മി അയ്യോ. വാ. പിടിക്ക ആളല്ലോ. കൊച്ചമ്മ എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അല്ല, ഞാൻ ഒന്നും കൊണ്ടുവരാൻ വന്നതല്ല കൊച്ചമ്മ. പിന്നെ ഇത് വായിക്കാന്നോ? അല്ല അത് അതിനുമല്ല, ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഇത് മോളിരിക്കുന്ന നന്നായിരിക്കുന്ന അത് വരയ്ക്കുന്ന കൊച്ചമ്മ, നമ്മളറിയാതെ ചന്ദ്രകാലത്തിൽ എന്തൊക്കെ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തോ അതായത് കൊച്ചമ്മ, ഞാൻ നമ്മളെ പടിക്കെട്ടിന്റെ അവിടെ എത്തിയപ്പം സുരഭിയും പ്രസവ കുഞ്ഞും കൂടെ ലക്ഷ്മി കുഞ്ഞിനെ താങ്ങിക്കൊണ്ടുവരുന്നു. മാന്യമായിട്ട് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് വലിയ കുറ്റമായി. എന്നെ ഒരു നോട്ടം, അതും വശപ്പശക്ക് നോട്ടം നോക്കി ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യപ്പെട്ട് കൊച്ചമ്മ. എന്തോ അപ്പൊ നടക്കുന്നേ? അതാണ് കൊച്ചമ്മ അറിയണ്ടേ. ഇവിടെ എന്ത് നടന്നാലും എന്റെ കൊച്ചമ്മ അറിയണോ വേണ്ടേ? കൊച്ചമ്മ ഇപ്പൊ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കയ്യോടെ പൊക്കാം. അത് അറിയണമല്ലോ. അറിയണം കൊച്ചമ്മ. പറഞ്ഞോ കൊച്ചമ്മ. അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞായിട്ട് തോന്നണ്ട. പതുക്കെ പടി. അയ്യോ അയ്യോ അമ്മേ, എന്തിനാ വിളിക്കുന്നത്? ഇല്ല, അമ്മ കേട്ടോ ഉണ്ടല്ലോ. ഇയാളെന്താ ചതിച്ച കഥ അമ്മയെ കൂടെ അറിയാം. ചോദിച്ചില്ലടി. അമ്മേ അയ്യോ അയ്യോ, പെട്ടെന്ന് വന്നു. നിനക്ക് കടിക്കും ഞാൻ. അമ്മേ അമ്മേ ഓടി വായോ. അടിച്ച പോലെ ഞാൻ. എന്തോടാ? ഒന്നുമില്ല അമ്മ. ഒന്നും ഉണ്ടമ്മ. എന്തോ ഈ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇവളെ ബാത്റൂമിലൊന്ന് കൈകുത്തി വീണായിരുന്നു. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്, അത്രേ ഉള്ളൂ. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോ സംഭവിച്ചതാ? ഞാൻ ബാത്റൂമില് വീണതൊന്നുമല്ല. അത് പിന്നെ അമ്മയെ അറിയിച്ച വിഷമിക്കുമെന്ന് കരുതി അറിയിക്കാത്ത. എടാ, എന്നാലും ഈ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്നോടൊന്ന് പറഞ്ഞുകൂടെ? ഞാനൊന്ന് അറിയണ്ടേ? അതെ. ഇത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുക. ഇതിന് എന്താ പറ്റിയതാ? ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞ്, അത്രേ ഉള്ളൂ. അല്ല അമ്മ, ഞാൻ ബാത്റൂമിൽ വീണതൊന്നുമല്ല. പിന്നെ അമ്മയുടെ ഈ മോനുണ്ടല്ലോ, എന്നെ ചതിച്ചതിന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കൈ മുറിച്ചതാ. പ്രശോഭ, ഞാൻ എന്തുവാണ് കേൾക്കുന്നത്? അമ്മ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇവള് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞു തരാൻ കാര്യം. പറ. അമ്മയ്ക്ക് രാവിലെ പ്രൈവറ്റ് സെക്രട്ടറി വേണമെന്ന് പറഞ്ഞില്ലേ, ഒരു പെണ്ണിനെ. ഞാൻ അങ്ങനെ ഓരോരുത്തരെയും ഡീറ്റെയിൽസ് എടുത്ത് അങ്ങോട്ട് വിളിച്ചു ചോദിക്കായിരുന്നു. അത് ഇവള് ആ വിളിച്ച കോള് തെറ്റിദ്ധരിച്ചതാണ്. എന്റെ പൊന്ന് ദൈവമേ, ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്ക് ഒരു പിടികിട്ടുന്നത്. എങ്ങോട്ടെങ്കിലും ആശുപത്രിയിലോ ഈശുപത്രിയിലോ എവിടാന്ന് വെച്ചാൽ അവളെ കൊണ്ടുപോകാൻ നോക്കുന്നത്. നീ വന്നേ. കൊണ്ടുപോവാ. കഷ്ടം. എന്റെ ഈ റെഡ് വാട്ടർ കളർ ഇല്ലേ, അത് വാഷ്റൂമിൽ മൊത്തം കിടക്കുക. വാട്ടർ കളർ ബാത്റൂമിൽ കിടക്കുന്നതോ? പക്ഷെ ഞാൻ ഇനി എങ്ങനെ പെയിന്റ് ചെയ്യും? അമ്മ കണ്ടോ? എനിക്ക് എങ്ങനെ അറിയാൻ? ലക്ഷ്മി, എന്റെ കൈ എന്നെ ഒന്ന് കാണിച്ചേ. അമ്മ പറഞ്ഞില്ലേ കാണിക്കാൻ പറഞ്ഞോട്ട്. മുറിവ് കാണിച്ചു തുടങ്ങോട്ട്. അമ്മ കാണിക്ക്. അമ്മയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവമ്മ. ഞെട്ടിട്ട് കുറച്ച് നാളായി. ഒന്ന് ഞെട്ടിക്കോട്ടെ എന്റെ പൊന്നു മക്കളെ. നീ ഒന്ന് കാണിക്കും. വേണ്ടമ്മ, ഞാനത് താങ്ങൂല്ലോ. കാണിക്കൂ, നോക്കമ്മ. അയ്യടാ, ഒരു കെട്ടിയോൻ, ഒരു ശിങ്കിടി, ദാട്ടെ ഒരു അനിയത്തി കുട്ടി. നിങ്ങൾക്ക് മൂന്നെണ്ണത്തിനും ചോര കണ്ട അറിഞ്ഞൂടല്ലേ ചോര ഏതല്ലാത്തതെന്നുള്ളത്? അതാണ് എനിക്കൊരു സംശയം പോലെ. മനസ്സിലായോ കുഞ്ഞിന്റെ വാട്ടർ കളർ എവിടെ പോയെന്നുള്ളത്? വാഷ്റൂമിൽ ഇങ്ങനെ സത്യതേ ഇപ്പൊ കട്ടുപിടിച്ചത്. നാണകണ്ട് പരിപാടിയാ കാണിക്കുന്ന മൊത്തം. എന്റെ പൊന്ന് ദൈവമേ, എന്റെ പെണ്ണെ, നിന്റെ ബുദ്ധി അപാര ബുദ്ധി തന്നെ കേട്ടോ. നിനക്ക് നാണമുണ്ടോ? എന്നെ അത്രയ്ക്ക് രാവിലെ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ ദേഷ്യത്തിന് ചെയ്തതാ. ഓഹോ, അത് ശരി. അവനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഭാര്യയുടെ വക പ്രതികാരം. ചേച്ചി ഇത്ര കളിയാന്ന് ഞാൻ അറിഞ്ഞില്ലേ ചേച്ചി. കഷ്ടം. കണ്ടുപിടിച്ച ഒരു ഐഡിയ. അമ്മ, ഇത് എന്റെ ഐഡിയ അല്ല. ആരുടെയാ? അല്ല കൊച്ചമ്മ, അതിന് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അകത്ത് പോവാം. പറഞ്ഞ കാര്യങ്ങളിലാണ്. അമ്മ ഇല്ല, പറ. എന്റെ വിഷമം പറഞ്ഞപ്പോ മുത്തോണ്ണനാ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത്. കൊച്ചമ്മ, ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താണ്. അതെ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം തീർക്കാൻ. അതെ,
അതിനാണോടാ വീട്ടുകാരെ ടെൻഷൻ അടിച്ചോണ്ട് ഈ വൃത്തികെട്ട ഐഡിയ പറഞ്ഞു കൊടുത്തത്. അല്ല കൊച്ചമ്മ പ്രസവ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് പറഞ്ഞു പോയതാ. ആണോ? പ്രസവകുഞ്ഞിന്റെ ഭാവി ഓർത്താ കൊച്ചു ചാവാ പോകുന്ന ആത്മഹത്യ ചെയ്യുമ്പോൾ ആശുപത്രി പോകാൻ പോയതല്ലേ? അല്ല ഞാൻ അല്ല മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. കയ്യിലിരിപ്പ് കൊള്ളാവല്ലോ നിന്റെ. അല്ല കൊച്ചമ്മ ഈ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞാണ് ഇത്രയും വിഷയത്തിലോട്ട് വന്നത്. അതെ. അതുകൊണ്ട് അല്ല അതുകൊണ്ട് ചത്ത കിടക്കുന്ന പെണ്ണിനെ വെക്കണോ സെക്രട്ടറി ആയിട്ട്? കേറി പോകാത്തോട്ട്. സെക്രട്ടറി ആയിട്ട് വെക്കാൻ ചന്തയിലെ ഒരു പെണ്ണ്, അവൻ പറയുന്നത് കേൾക്കാൻ ഒരു മരുമോള്, അതിനനുസരിച്ച് തുള്ളാൻ കുറെ ആൾക്കാരും. നാണം ഉണ്ടോടാ നിനക്ക്? ആ മക്കളെ, നാണമില്ലാത്ത പരിപാടി. അയ്യേ, നിങ്ങളൊന്നും ഇത്രയും പ്രതീക്ഷിച്ചു അങ്ങോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.